ജയിച്ചിട്ടുള്ള മണ്ഡലമാണത്. എന്നോട് ലാസ്റ്റത്തെ ഒരു MLA മരിച്ചുപോയി പറയാൻ പാടില്ലെങ്കിലും അയാൾ ജയിച്ച പിന്നെയാണ് ഈ വാർഡ് ഈ മണ്ഡലം പോയത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും കിട്ടാതെ പോയത്. കാരണം പുള്ളി നിങ്ങൾ എടുത്തോതും പോലെ കൊടുക്കുകയില്ല. കാരണം പുള്ളി 10 കൊല്ലമായിട്ട് വെറുതെ നടക്കൽ മാത്രം ഉണ്ടാവില്ല. ആരെ കണ്ട ചിരിക്കുകയില്ല, ഒന്നും പറയുകയില്ല. അങ്ങനത്തെ ഉള്ള കണ്ടീഷനാണ്. ഇന്നിപ്പോൾ ഇവിടെ സതീശനെ തോൽപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയുമില്ല. അത്ര ശക്തം മാത്രമല്ല, CPIക്ക് നിർത്താൻ സ്ഥാനാർത്ഥിയുമില്ല. മാറി മാറി വരുന്ന ഓരോ നേതാക്കന്മാരും ഈ പന്നിൻ്റെ വരെ നിന്നിട്ട് തോറ്റുപോയി. അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതിനെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഒരു CPI കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ CPM ഏറ്റെടുത്താലും ജയിക്കാൻ സാധ്യത കുറവാണ്. സതീശൻ തന്നെ ജയിക്കും. അഭിപ്രായമുണ്ട്. അയാൾ പല കാര്യങ്ങളും മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി എങ്ങനെയുള്ള ആളായിക്കോട്ടെ. മണ്ഡലത്തിലെ കാര്യങ്ങൾ കുറേ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം പിന്നെ ആ പുള്ളിയെ ആൾക്കാർ തോൽപ്പിക്കും. വരാപ്പുഴ പഞ്ചായത്ത് ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നത്. വരാപ്പുഴ പഞ്ചായത്ത് ആലുവ മണ്ഡലത്തിൽ നിന്ന് പറവൂർ മണ്ഡലത്തിലേക്ക് ഏറ്റവും ചെയ്തത്. അതിന് പകരം കരിമാലൂരും ആലങ്ങാട് പഞ്ചായത്തും പറവൂർ നിർത്തി മാറ്റി കളമശ്ശേരിക്കാക്കി. അങ്ങനെയാണ് UDFന്റെ ഉത്തര മണ്ഡലമായത്. മാറ്റം വന്നപ്പോഴാണ് LDF ജയിക്കാതെ വന്നത്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അത് കൈവിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. 25 അല്ല 30 കൊല്ലാവൂല ടേബിളിലേക്ക് വന്നു. അത് പറയാൻ പറ്റില്ല. അത് കോൺഗ്രസിൽ ആര് വരുമെന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ മുഖ്യമന്ത്രി ആവുള്ളത്. നമ്മുടെ മണ്ഡലത്തിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് പറയേണ്ടത് പുതിയതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വികസനം. ഞങ്ങളുടെ റോഡൊക്കെ കുണ്ടും കുഴിയായിട്ട് എടുക്കുന്നു. 10 കൊല്ലത്തോളായി. ഇതുവരെ കൗൺസിലും ഇല്ല, MLA ആരുമില്ല. ഞങ്ങളുടെ വീട് 3-ാം വാർഡിൽ പറവൂർ മുനിസിപ്പാലിറ്റി നഗരസഭയുടെ 3-ാം വാർഡിലെ റോഡ് 10-25 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്ക് ഈ കൊല്ലത്തിൽ ലേലം വിളിച്ച് കിട്ടുന്ന മാർക്കറ്റിലേക്ക് വരാനുള്ള റോഡ്, വണ്ടികൾക്ക് വരാനുള്ള റോഡാണത്. ആ റോഡാണ് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നത്. പ്രധാന റോഡുകൾ അതിപ്പോ ഒരു 10 കൊല്ലത്തോളം ആ റോഡ് അങ്ങനെ കിടക്കണം. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കണില്ല. മെയിൻ്റനൻസ് ഒന്നും ചെയ്യണില്ല. മെയിൻ്റനൻസ് ചെയ്യണ്ടേ? ഒരു പാർട്ടിയോടെയും ടൈലിടാമെന്ന് പറയും, ഒരു പാർട്ടിയോട് അറിയാമോ പറഞ്ഞു കൊല്ലം 2 ടേൺ കൗൺസിലർമാർ ജയിച്ച് 2 ടേൺ കഴിഞ്ഞു. അങ്ങനത്തെ കണ്ടീഷനാണ്. മാർക്കറ്റിൽ മാറ്റങ്ങൾ വന്നോളൂ. ഇതിപ്പോൾ ബാത്റൂം ഇല്ലായിരുന്നു, ഇങ്ങനെ ബാത്റൂം പണിത്. പിന്നെ കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് മാർക്കറ്റിൽ, ലൈറ്റിൻ്റെ ഒക്കെ കുറവുണ്ട്. അത് വരണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളൂ മാർക്കറ്റിൽ. പിന്നെ ബാക്കിയൊക്കെ താഴത്തൊക്കെ കരിങ്കല്ല് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.